First lesson, environment. After a long vacation, when Devi started going to school, again, he noticed that the only playground next to his school was dug up. People said that a huge building with many flats will be constructed here. Devi was almost in tears when he realized that the big playground with its soft grass, marigolds and butterflies is gone forever. He shared his feelings with his classmates. In the assembly, the principal too sadly observed, see how our environment is changing. അതായത് എന്താ മനസ്സിലായോ? അവിടെ സ്കൂളിലേക്ക് രവി പോകുമ്പോ എന്താ പ്ലേ ഗ്രൗണ്ടിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. കൺസ്ട്രക്ഷൻ ഓഫ് പ്ലേ ഗ്രൗണ്ട് ഈസ് ഗോയിങ് ഓൺ ദർ. Ravi was surprised because environment is changing. അല്ലേ? Yes. In the assembly, the principal too sadly observed. When the time of assembly, during the time of assembly, principal was very sad and observed, see how our environment is changing. The principal എന്താ പറഞ്ഞേ? Principal told them our environment is changing. നമ്മുടെ environment change ആവുകയാണ്. അപ്പോ എന്താ ചോദിച്ചേ? In the class, Ravi asked his teacher. After the assembly, Ravi went to his class. At that time, Ravi asked to his class teacher. എന്താ ചോദിച്ചേ? What is environment? എന്താണ് environment? അല്ലേ? എന്തായിരുന്നു? Just say. മിസ് എനിക്ക് അഫ്രാസ് നമ്പർ ഇല്ല, അപ്പൊ അവന്റെ നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് അവന് PDF അയച്ചു കൊടുക്കാൻ. ഞാൻ ചെയ്തുതരാം കേട്ടോ. അഫ്രാസിന്റെ നമ്പർ മോൻ ഞാൻ സെൻഡ് ചെയ്യാം ക്ലാസ് കഴിഞ്ഞിട്ട്. Okay, previous class we learned about environment. What is environment? Do you know about environment? Anybody? Please tell me about environment. What is environment? Yes, Joanna is ready to tell the answer. Okay, Joanna, unmute and tell me. Joanna Siju. മോളെ അൺമ്യൂട്ട് ചെയ്തേ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഓക്കെ, ജസ്റ്റസ്. ജുവാന പറയുന്നത് കേൾക്കുന്നില്ല. ജസ്റ്റസ്, വാട്ട് ഈസ് എൻവയോൺമെന്റ്? പ്രകൃതി. പ്രകൃതി അല്ലേ പരിസ്ഥിതി? നോക്കാം. അതാ നമ്മുടെ ഹരിനന്ദ് പറയുന്നുണ്ട് എന്താ എൻവയോൺമെന്റ് എന്ന്. എന്താ ഹരിനന്ദേ പറഞ്ഞേ മോനെ? വാട്ട് ഈസ് എൻവയോൺമെന്റ്? പരിസ്ഥിതി. പരിസ്ഥിതി, അവർ സറൗണ്ടിങ്സ് അല്ലേ? Our surrounding is environment. നോക്കാം. Ravi thought aloud. That means the school building, tables, chairs in the classroom, even that open field, the road, the garbage, my friends, all are parts of our environment. അപ്പം നമ്മുടെ എന്താ മോനെ ഹരിനന്ദേ? മിസ് ഏതാണ്? ജോഗ്രഫിയുടെ ഫസ്റ്റ് ലെസൺ. അപ്പൊ നമ്മുടെ ടീച്ചർ പറഞ്ഞു. എന്താ ടീച്ചർ പറഞ്ഞു? ടീച്ചറോട് ക്ലാസ്സിലെത്തിയിട്ട് രവി ചോദിക്കുകയാണ് വാട്ട് ഈസ് എൻവയോൺമെന്റ്. അപ്പൊ ടീച്ചറിന്റെ ആൻസർ ഇതായിരുന്നു, വാട്ട് എവർ യു സീ ഇൻ യുവർ സറൗണ്ടിങ്സ്. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ചുറ്റും കാണുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയാ? എൻവയോൺമെന്റ് എന്ന് പറയാന്ന്. യെസ് സെഡ് ദ രവി തോട്ട് അലൗഡ്. ദാറ്റ് മീൻസ് ദ സ്കൂൾ ബിൽഡിംഗ്, ടേബിൾസ്, ചെയർസ് എക്സെട്ര. അപ്പൊ രവി ചിന്തിക്കുകയാണെന്ത്? സ്കൂൾ ക്ലാസ്സിൽ കാണുന്ന ചെയറും നമുക്ക് ചുറ്റും കാണുന്ന എല്ലാം, അതായത് ഫ്രണ്ട്സ് ആവട്ടെ, ചെയർ ആവട്ടെ, ബിൽഡിംഗ് ആവട്ടെ, ഇതൊക്കെ എൻവയോൺമെന്റിന്റെ ഭാഗമല്ലേ? യെസ് സെഡ് ദ ടീച്ചർ. ബട്ട് വെയിറ്റ്, സം ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് ബൈ നേച്ചർ. ഫോർ എക്സാമ്പിൾ, മൗണ്ടെയിൻസ്, റിവേഴ്സ്, ട്രീസ്, ആനിമൽസ്. Others are made by people. For example, roads, cars, clothes, books. ഇപ്പൊ ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന മുഴുവൻ സാധനങ്ങളും പാർട്സ് ഓഫ് എൻവയോൺമെന്റ് അല്ലേ? ഇപ്പൊ ടീച്ചർ പറഞ്ഞു യെസ്, ജസ്റ്റ് വെയിറ്റ്. ടീച്ചർ എന്താ പറഞ്ഞു കൊടുത്തത്? 2 types of environment അല്ലേ? ടീച്ചർ പറഞ്ഞു 2 types of environment. One is created by nature, other thing is created by people. ഒന്ന് പ്രകൃതി ഉണ്ടാക്കിയതും മറ്റേത് മനുഷ്യനിർമ്മിതവുമാണ് അല്ലേ? അല്ലേ? അപ്പൊ 2 types of environments. One is created by nature, other thing is created by people. Then mountains,
rivers, trees, animals. These are created by nature. പ്രകൃതി ഉണ്ടാക്കിയതാണ് ഏത്? മൗണ്ടെയിൻസും അതുപോലെ ഹിൽസ്, റിവേഴ്സ്, ട്രീസ്, ആനിമൽസ്. ആനിമൽസിനെ മനുഷ്യന് നിർമ്മിക്കാൻ പറ്റുമോ? പിന്നെ പ്ലാന്റ്സിനെ മനുഷ്യന് നിർമ്മിക്കാൻ പറ്റുമോ? മൗണ്ടെയിൻസ്, റിവേഴ്സ്, we cannot make it. These are created by nature. Already പ്രകൃതിയിൽ ഉള്ളതാണ്. Other thing that is created by people, roads, books, dress, അല്ലെ? These are created by nature. But two types of environment are one is created by nature, other thing is created by people. Have you understood? മനസ്സിലായോ? Okay. Then now work in pairs. Make a list with your classmate sitting next to you of the creations of nature and by human beings. എന്താ വർക്ക് കൊടുത്തത്? അവരെ പെയറാക്കി, ജോഡികളാക്കി വർക്ക് കൊടുത്തു. നിങ്ങൾ എന്ത് ചെയ്യണം? Two types of environment എഴുതണം. First one is created by nature, other thing is created by human being. ആവോ? നിങ്ങൾക്കറിയില്ലേ? അതാണ് മിസ് പറഞ്ഞത്. ക്രിയേറ്റഡ് ബൈ നേച്ചർ mountains, plateaus, rivers, trees, animals. These are created by nature. Other things, roads, then computer, then chair, desk, bench, buildings. These are created by human being. Ravi, Paramjit, Jesse, Mustafa, Asha were all excited about making the list. Why is your environment changing? Asked Iqbal. It's all because our needs. They are increasing day by day. We are therefore modifying and at times even destroying our natural surroundings, the teacher replied. Appo Iqbal choichu, our environment is changing. Why? Or what is the reason of environment is changing? നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യാണെന്നാണ് ടീച്ചർ പറഞ്ഞത് അല്ലെ? പ്രിൻസിപ്പല് അസംബ്ലിയിൽ പറഞ്ഞത് മക്കളെ നോക്ക്, നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ആകുക എന്നാണ്. എങ്ങനെയാ എൻവയോൺമെന്റ് ചേഞ്ച് ആവുന്നത്? എന്തിനു വേണ്ടിയാ എൻവയോൺമെന്റ് ചേഞ്ച് ആവുന്നത്? ബിക്കോസ് അവർ നീഡ്സ് ആർ ഇൻക്രീസിങ് ഡേ ബൈ ഡേ. ഓരോ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരിക അല്ലേ? നമുക്കൊരു കുഞ്ഞു വീടുണ്ടാവുമ്പോൾ നമുക്ക് തോന്നും അതെന്ത് ചെയ്യണം, കുറച്ചും കൂടെ 2-3 റൂം കൂട്ടിയെടുക്കണം. 3 റൂം കൂട്ടിയെടുക്കുമ്പോൾ നമുക്ക് തോന്നും ഓരോന്നിലും അറ്റാച്ച്ഡ് ബാത്റൂം വേണം അല്ലെ? അറ്റാച്ച്ഡ് ബാത്റൂം ആവുമ്പോൾ തോന്നും പുറത്തുള്ള ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാല് എന്ത് ചെയ്യണം, വീടിന്റെ പുറത്തൊരു ബാത്റൂം വേണം അല്ലെ? അങ്ങനെ ഓരോ ആവശ്യങ്ങൾ, നമുക്ക് പല ആവശ്യങ്ങളും ഡേ ബൈ ഡേ കൂടുകയാണ്. അവർ നീഡ്സ് അല്ലെ? നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ഓൾവേസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ, isn't it? അല്ലേ? അപ്പം നമ്മുടെ എൻവയോൺമെന്റ് ചേഞ്ച് ആവാൻ ഉള്ള കാരണം എന്താ? അവർ നീഡ്സ് ആണ്, നമ്മുടെ ആവശ്യങ്ങളാണ് എൻവയോൺമെന്റ് ചേഞ്ച് ആവാനുള്ള കാരണം. മനസ്സിലായോ? വാട്ട് ഈസ് ദ റീസൺ ഓഫ് എൻവയോൺമെന്റ് ഈസ് ചേഞ്ചിങ്? അവർ ബേസിക് നീഡ്സ്. Needs of human being is always changing day by day. That is the reason of changing environment. Clear? മനസ്സിലായോ? Okay, next one, components of environment. Environment components എന്തൊക്കെയാണ്? 3 components of environment. First one, natural environment, human-made environment, human environment. These are the components of environment. മനസ്സിലായോ? അപ്പം നമ്മുടെ എൻവയോൺമെന്റിന് 3 കമ്പോണൻസ് ഉണ്ട്. ഏതൊക്കെയാ മക്കളെ പറഞ്ഞേ? Which are the 3 components of environment? Human environment, natural environment, human made environment. Clear? അപ്പൊ ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? What is human environment? What is human made environment? What is natural environment? ഇത്രയും പറഞ്ഞു. അതിനിടയിൽ നമ്മുടെ ഡെൽവിനെ പരിചയപ്പെട്ടു. ഇടയിൽ ഒരാളെയും കൂടെ കണ്ടു. എന്തായിരുന്നു? ചൗഹാൻ. ഓക്കെ, നമുക്ക് ആ മോളെ പരിചയപ്പെടാം. മോളെ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ചൗഹാൻ എന്തായിരുന്നു? പായൽ ചൗഹാൻ. പഠിച്ചോ നീ? I can't hear. കേൾക്കുന്നില്ല മോളെ?
ചൗഹാൻ ചൗഹാൻ പറയുന്നത് മിസ്സിന് കേൾക്കുന്നില്ല. ചൗഹാൻ പ്ലീസ് അൺമ്യൂട്ട്. ചൗഹാൻ അൺമ്യൂട്ട് ചെയ്ത മോനെ മോളെ പോയോ? പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ. ടെൽ മീ. I can't hear. Okay, no problem. Okay, അപ്പൊ നമ്മൾ പറഞ്ഞത് കമ്പോണൻസ് ഓഫ് എൻവയോൺമെന്റ് ആണ്. അതില് നാച്ചുറൽ എൻവയോൺമെന്റ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്, ഹ്യൂമൻ എൻവയോൺമെന്റ്. ഫസ്റ്റ് വൺ നാച്ചുറൽ എൻവയോൺമെന്റ്. നാച്ചുറൽ എൻവയോൺമെന്റ് എന്തൊക്കെയാ? ലാൻഡ്, എയർ, വാട്ടർ, ലിവിംഗ് തിങ്സ്. ക്ലിയർ? ലിത്തോസ്ഫിയർ, atmosphere, hydrosphere, biosphere. These are including in natural environment. Previous class we learned about natural environment. Lithosphere, solid portion of the earth. Atmosphere, atmosphere il endha ullathu? Air aanu ullathu. Hydrosphere, part of water. Then biosphere, biosphere, narrow zone of the earth. It is suitable for living human being. പറഞ്ഞല്ലേ? ഇപ്പൊ ഈ നാച്ചുറൽ എൻവയോൺമെന്റിൽ വരുന്നത് ഈ നാലെണ്ണാണ്. ഏതൊക്കെ? ഹൈഡ്രോസ്ഫിയറും, ലിത്തോസ്ഫിയറും, ബയോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ഈ നാലെണ്ണാണ് നാച്ചുറൽ എൻവയോൺമെന്റിൽ വരിക. നാച്ചുറൽ എൻവയോൺമെന്റ് കംപ്രൈസസ് ലാൻഡ്, വാട്ടർ, എയർ. പറഞ്ഞതല്ലേ? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, ബയോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. നെക്സ്റ്റ് വൺ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. അത് മനുഷ്യനിർമ്മിതം, ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്. ബിൽഡിങ്സ്, പാർക്സ്, ബ്രിഡ്ജസ്, റോഡ്സ്, ഇൻഡസ്ട്രീസ്, മോണുമെന്റ്സ് എക്സെട്ര ആർ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്. ദാറ്റ് ഈസ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. ക്ലിയർ? ലാസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ എൻവയോൺമെന്റ്. എന്താ ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാല്? ഇൻഡിവിജ്വൽ, വ്യക്തികള്, ഫാമിലി, കുടുംബം, കമ്മ്യൂണിറ്റി, റിലീജിയൻ, എഡ്യൂക്കേഷണൽ, then economic, political situation. These are human environment. അതായത് പൊളിറ്റിക്കൽ, നമ്മുടെ രാഷ്ട്രീയമായ സാഹചര്യങ്ങള്, സാമ്പത്തിക സാഹചര്യങ്ങള്, ഓരോ വ്യക്തികള്, ഓരോ കുടുംബങ്ങള്, ഇതൊക്കെ ഏതിലാ വരിക? ഹ്യൂമൻ എൻവയോൺമെന്റിലാണ് വരിക. മനസ്സിലായോ മോനെ ഹെവനെ? മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞു? വാട്ട് ഈസ് എൻവയോൺമെന്റ്? എൻവയോൺമെന്റ് മീൻസ് അവർ സറൗണ്ടിങ്സ് അല്ലെ? എൻവയോൺമെന്റ് മീൻസ് അവർ സറൗണ്ടിങ്സ്. പിന്നെ കമ്പോണൻസ് ഓഫ് എൻവയോൺമെന്റ്, നാച്ചുറൽ എൻവയോൺമെന്റ്, ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്, ഹ്യൂമൻ എൻവയോൺമെന്റ്. ക്ലിയർ? There are three components of environment: natural environment, human made environment, human environment. Then natural environment consists of atmosphere, biosphere, hydrosphere and lithosphere. Clear? Lithosphere is the solid portion of the earth. Then atmosphere consists of air, hydrosphere consists of water, then biosphere that is suitable for living organism. അതായത് എല്ലാവർക്കും ജീവനുള്ള വസ്തുക്കൾക്ക് ജീവിക്കാൻ അല്ലെ, ജീവിക്കാൻ പറ്റിയ ഒരു കമ്പോണന്റ് ആണ് ഇത്. ഏത്? ബയോസ്ഫിയർ. അവിടെ എന്തുള്ളൂ? ഓക്സിജൻ ഉള്ളൂ. നെക്സ്റ്റ് കമ്പോണന്റ് ഈസ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. അതായത് മനുഷ്യനിർമ്മിതം. മനുഷ്യനിർമ്മിതമായത് നമ്മൾ പറഞ്ഞു. സ്കൂൾ ബിൽഡിങ് അല്ലെങ്കിൽ അതർ ബിൽഡിങ്, ബ്രിഡ്ജസ്, റോഡ്സ്, then industries, monuments, things such as desk, table, then computer, laptop, etc. These are created by human being. That is human made environment. Last component is human environment. Human environment, അത് human made ഉം human environment തമ്മിൽ വ്യത്യാസമുണ്ട്. human environment എന്ന് പറഞ്ഞാല് നമ്മുടെ റിലീജിയൻ, മതം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, കമ്മ്യൂണിറ്റി, ഫാമിലി, ഇൻഡിവിജ്വൽ, ഇതൊക്കെയാണ് ഹ്യൂമൻ എൻവയോൺമെന്റിൽ വരിക. പക്ഷേ
നമ്മുടെ ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റിൽ വരുന്നത് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്, മനുഷ്യന്മാർ നിർമ്മിക്കുന്നതാണ്. മനസ്സിലായില്ലേ? നാച്ചുറൽ എൻവയോൺമെന്റിൽ വരുന്നത് ഓൾറെഡി പ്രകൃതിയിലുള്ളതും. ഇപ്പൊ 2 types ഓഫ് എൻവയോൺമെന്റ് പറഞ്ഞു, ക്രിയേറ്റഡ് ബൈ നേച്ചറും ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്. Anybody have any doubt in these areas? No. Are you okay? Can you follow me? Then Delvin and Aradhya, can you follow me? Any problem? You feel that? എന്തെങ്കിലും? ആരാധ്യ വിജേഷ്. Okay, Aradhya, please unmute. Aradhya, then Payal Chauhan, then Delvin. These are newcomers. Okay. Then Aradhya, Payal and Delvin. Any problem you feel? മക്കളെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതായത് മനസ്സിലാകാൻ ബുദ്ധിമുട്ടോ, മിസ്സിന് സ്പീഡ് കൂടുതലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത മോളെ. ആരാധ്യ, മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ആരാധ്യയുടെ പ്രീവിയസ് സ്കൂൾ ഏതായിരുന്നു? സെന്റ് ജോസഫ്. ഓക്കെ. നമ്മുടെ പായൽ ചൗഹാൻ ആണ് ഇപ്പൊ പറഞ്ഞത് കേൾക്കാത്ത അല്ലെ? പായൽ ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത് നോക്കിയ മോളെ. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്ത മോളെ. കേൾക്കുന്നുണ്ടോ? ക്യാൻ യു ഹിയർ മീ? പ്ലീസ് റിപ്ലൈ. കേൾക്കുന്നില്ല, മിസ്സിന് കേൾക്കുന്നില്ല. ഡെൽവിൻ എവിടെ? ഡെൽവിൻ ലീവായി പോയോ? ഇതാ ഡെൽവിൻ. ഡെൽവിൻ പ്ലീസ് അൺമ്യൂട്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ബാക്കിയുള്ളവർക്കോ? നമ്മുടെ ആതിര, അർജുൻ, അശ്വിൻ, ഹലീമ, അഫ്രാസ്, ശ്രീവിഷ്ണു, ജസ്റ്റസ്, ജുവാന, ഹരിനന്ദ്, ഓക്കെ അല്ലേ? I think you have no doubt. No. So page number 3, natural environment. Page number 3, natural environment. Okay. Land, water, air, plants and animals comprise the natural environment. You are familiar with the meaning of lithosphere, hydrosphere, atmosphere and biosphere from your previous class. Let us learn some more facts about these domains. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണെന്ത്? നാച്ചുറൽ എൻവയോൺമെന്റ് അല്ലെ? നാച്ചുറൽ എൻവയോൺമെന്റ് കംപ്രൈസ് ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്സ് എക്സെട്ര അല്ലെ? ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്സ് എക്സെട്ര ആർ ഇൻക്ലൂഡിങ് ഇൻ നാച്ചുറൽ എൻവയോൺമെന്റ്. നാച്ചുറൽ എൻവയോൺമെന്റിൽ പെട്ടതാണ് ലാൻഡ്, വാട്ടർ, എയർ, പ്ലാന്റ്സ്. ഇപ്പൊ ലാൻഡ് വരുന്ന ഏതിലാ? ലിത്തോസ്ഫിയറിലാണ് അല്ലെ? ലാൻഡ് ലിത്തോസ്ഫിയറിലും, വാട്ടർ ഹൈഡ്രോസ്ഫിയറിലും, എയർ അറ്റ്മോസ്ഫിയറിലും, പ്ലാന്റ്സ് ബയോസ്ഫിയറിലാണ് വരിക അല്ലെ? അല്ലെ? അതിന് സംശയം ഉണ്ടോ? കഴിഞ്ഞ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. പ്രീവിയസ് ക്ലാസ് മീൻസ് 6th ക്ലാസ് അല്ലെ? യെസ്. പിന്നെ എന്താ ലിത്തോസ്ഫിയർ നോക്കാം. ലിത്തോസ്ഫിയർ ഈസ് ദ സോളിഡ് ക്രസ്റ്റ് ഓർ ദ ഹാർഡ് ടോപ്പ് ലെയർ ഓഫ് ദ earth. It is made up of rocks and minerals and covered by a thin layer of soil. It is an irregular surface with various landforms such as mountains, plateaus, plains, plains, valleys, etc. Landforms are found over the continents and also on the ocean floors. Lithosphere നമ്മൾ പറഞ്ഞു solid portion of the earth, solid crust or hard top layer of the earth. അതായത് ഭൂമിയുടെ സോളിഡ് പോർഷനെ അല്ലെങ്കിൽ ഹാർഡ് ടോപ്പ് ലെയർ, കട്ടി കൂടിയ ടോപ്പ് ലെയറിനെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയാം. ലിത്തോസ്ഫിയർ മീൻസ് ദ സോളിഡ് പോർഷൻ ഓഫ് ദ earth. Lithosphere is the solid portion of the earth or hard top layer of the earth. It is made up of rocks and minerals. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ലിത്തോസ്ഫിയർ സോളിഡ് പോർഷൻ ഓഫ് ദ എർത്ത് ആണ് അല്ലെങ്കിൽ ഹാർഡ് ടോപ്പ് ലെയർ ആണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്
റോക്സ് ആൻഡ് മിനറൽസ് ഉപയോഗിച്ചാണ് അല്ലെ. ലിത്തോസ്ഫിയർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ആൻഡ് കവേർഡ് ബൈ എ തിൻ ലെയർ ഓഫ് സോയിൽ. അതായത് റോക്സും മിനറൽസും കൊണ്ട് ഉണ്ടാക്കിയ ലിത്തോസ്ഫിയർ എന്തുകൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്? സോയിൽ കൊണ്ട് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലിത്തോസ്ഫിയർ എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ലിത്തോസ്ഫിയർ ഇസ് ദ സോളിഡ് പോർഷൻ ഓഫ് ദ എർത്ത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് റോക്സ് ആൻഡ് മിനറൽസ് ആൻഡ് കവേർഡ് ബൈ എ തിൻ ലെയർ ഓഫ് സോയിൽ. ക്ലിയർ? ക്ലിയർ? Lithosphere is the solid portion of the earth. It is made up of rocks and minerals. Rocks and minerals കൊണ്ടാണ് lithosphere ഉണ്ടാക്കിയിട്ടുള്ളത്. And is covered by thin layer of soil. thin layer of soil കൊണ്ട് cover ചെയ്തിട്ടുണ്ട്. Okay. It is an irregular surface with various landforms. ഇത് irregular ആണ്. Regular surface അല്ല ഏത് lithosphere. അതായത് mountains, plateaus, plains, valleys ഇതൊക്കെ എവിടെയുണ്ട്? lithosphere ഉണ്ട്. Clear? Okay. Lithosphere is the domain that provides us forests, grasslands for grazing, land for agriculture, and human settlements. It is also a source of mineral wealth. Lithosphere പ്രത്യേകത എന്താ? Lithosphere നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? Lithosphere is the domain. Lithosphere is the major domain and it provides us forest, then grasslands for grazing, land for agriculture, ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഇതിനൊക്കെയുള്ള സൗകര്യം തരുന്നത് ലിത്തോസ്ഫിയർ ആണ്. അതായത് എന്തിനു വേണ്ടി? ഫോറസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഗ്രേസ് ചെയ്യാൻ, അതായത് കന്നുകാലികൾക്കും മറ്റും മേയാനുള്ള ഗ്രാസ് ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്ക് കൃഷി നടത്താനുള്ള ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെയോ മനുഷ്യന് സെറ്റിൽമെന്റ്, ഹ്യൂമൻ സെറ്റിൽമെന്റിന് ആവശ്യമായ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? ലിത്തോസ്ഫിയർ ആണ്. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടെ പറയാം മിസ്. നാച്ചുറൽ എൻവയോൺമെന്റിൽ 4 എണ്ണം വരുന്നുണ്ട്. ലാൻഡ്, വാട്ടർ, എയർ ആൻഡ് പ്ലാന്റ്സ് കംപ്രൈസസ് ദ നാച്ചുറൽ എൻവയോൺമെന്റ്. ദീസ് മീൻസ് atmosphere, biosphere, hydrosphere and lithosphere, major domains of the earth. Yes. Then lithosphere means the solid portion of the earth, or it is the hard top layer of the earth. Lithosphere provides forests and grasslands for grazing, place for human settlement, then land for agriculture, etc. Then these lithosphere made up of rocks and minerals and it is covered by a thin layer of soil. Clear? മനസ്സിലായോ? മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് നാച്ചുറൽ എൻവയോൺമെന്റ്? ഒന്ന് ലിത്തോസ്ഫിയർ പഠിച്ചു. നെക്സ്റ്റ് വൺ ഹൈഡ്രോസ്ഫിയർ. ഹൈഡ്രോസ്ഫിയർ എന്താ? ഹൈഡ്രോസ്ഫിയർ നമ്മൾ പറഞ്ഞു വാട്ടർ അല്ലെ. വാട്ടർ ഏരിയനെയാണ് നമ്മൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയാം അല്ലേ ഹെവനെ? മോനെ ഹെവനെ, എന്താ ഹൈഡ്രോസ്ഫിയർ? ഡൊമൈൻ ഓഫ് വാട്ടർ അല്ലേ. ലിത്തോസ്ഫിയർ is the domain provides forest, grasslands, then land for agriculture, etc. But hydrosphere is the domain of water, or domain of water is referred to as hydrosphere. Listen, next paragraph. The domain of water is referred to as hydrosphere. It comprises various sources of water and different types of water bodies like rivers, lakes, seas, oceans, etc. It is essential for living organism. എന്താ പറഞ്ഞേ? ജീവ ഒന്ന് ക്യാമറ ഓൺ ആക്കി മോനെ. ജീവ, ജസ്റ്റിസ്, ജുവാന, വസുദേവ്, മുഹമ്മദ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡൊമൈൻ ഓഫ് വാട്ടർ. ഡൊമൈൻ ഓഫ് വാട്ടർ ഈസ് റെഫേർഡ് ടു ആസ് ഹൈഡ്രോസ്ഫിയർ. അതാണ് ഇതൊക്കെ ഓഷ്യൻസ്, സമുദ്രങ്ങള്, റിവേഴ്സ്, ലേക്സ്, സീസ്. ദീസ് ആർ ഇൻക്ലൂഡിങ് ഇൻ ഹൈഡ്രോസ്ഫിയർ. അത് വെള്ളമുള്ള ഭാഗങ്ങൾ, ഓഷ്യൻ, സമുദ്രങ്ങളും നദികളും കായലുകളൊക്കെ ഇതിലാ വരിക? ഹൈഡ്രോസ്ഫിയറിലാണ് വരിക. ഹൈഡ്രോസ്ഫിയർ ഈസ് ദ ഡൊമൈൻ ഓഫ് വാട്ടർ അല്ലെ. ദ ഡൊമൈൻ ഓഫ് വാട്ടർ ഈസ് റെഫേർഡ് ടു ആസ് ഹൈഡ്രോസ്ഫിയർ. ഇറ്റ് കംപ്രൈസസ് വേരിയസ് വാട്ടർ ബോഡീസ്, വേരിയസ് വാട്ടർ bodies or different types of water bodies such as rivers, lakes, seas, etc. മനസ്സിലായില്ലേ മക്കളെ? ഇപ്പൊ നിങ്ങൾക്ക് ഹോംവർക്ക് വേണ്ടേ? എന്താ ഹോംവർക്ക്?
ഹോംവർക്ക് മിസ് പറഞ്ഞു natural environment is divided into two. First one is created by nature, other thing is recreated by human being. ഇപ്പൊ നിങ്ങൾ ഉണ്ടാക്കേണ്ട ഇത്രയാണ്, നിങ്ങളുടെ ഹോംവർക്ക് ഇത്രയാണ്. നാച്ചുറൽ എൻവയോൺമെന്റ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ കോളാക്ക. ഫസ്റ്റ് കോളം ക്രിയേറ്റഡ് ബൈ നേച്ചർ, മറ്റേത് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്. ഇത് അതിന് എക്സാമ്പിൾ എഴുതാം. രണ്ട് ഫോം ഓഫ് ടു ടൈപ്സിനും എക്സാമ്പിൾ എഴുതാം. ക്രിയേറ്റഡ് ബൈ നേച്ചർ, മൗണ്ടെയിൻസ്, പ്ലാറ്റ്യൂസ്, റിവേഴ്സ്, ദെൻ എക്സെട്ര. ബട്ട് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, ബിൽഡിങ്സ്, ചെയർ, ഡെസ്ക്, ദെൻ എക്സെട്ര. ഓക്കെ, എന്തായിരുന്നു മോനെ ഹരിനന്ദേ പറഞ്ഞു? പക്ഷെ എത്ര എഴുതാൻ പറ്റും? മാക്സിമം നിങ്ങൾക്ക് എത്ര പറ്റുമോ അത്ര എഴുതുക കേട്ടോ. എഴുതേണ്ടത് മനസ്സിലായില്ലേ? രണ്ട് കോളാക്കി തിരിക്കുക. ഒരു കോളത്തില് ക്രിയേറ്റഡ് ബൈ നേച്ചർ എന്ന് എഴുതുക, മറ്റേ കോളത്തിൽ ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീങ് എന്ന് എഴുതാം. എക്സാമ്പിൾ എഴുതാം. അപ്പൊ എല്ലാവരും നമ്മുടെ ഹോംവർക്ക് സെൻഡ് ചെയ്യേണ്ട മിസ്സിന് പേഴ്സണലായി സെൻഡ് ചെയ്യാം. ഡോണ്ട് സെൻഡ് ടു ദ ഗ്രൂപ്പ്. ക്ലിയർ? ഗ്രൂപ്പിൽ സെൻഡ് ചെയ്താൽ മിസ്സിന് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും പേഴ്സണലി സെൻഡ് ചെയ്യാം. ബാക്കിയുള്ള മക്കൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ പുതിയ കുട്ടികൾ ആരൊക്കെയായിരുന്നു? പായൽ, ആരാധ്യ, ദെൻ ഡെൽവിൻ. മറക്കല്ല മക്കളെ, മിസ്സിന് പേഴ്സണലായി സെൻഡ് ചെയ്യാം. ഒന്ന് വായിച്ചു നോക്കിയാ പെട്ടെന്ന്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്താ മോനെ ജസ്റ്റിസ് പറഞ്ഞോ? പക്ഷേ ഈ ഹോംവർക്ക് നോട്ട്ബുക്കിലാണോ എന്നുണ്ട്? നിങ്ങൾ ഹോംവർക്ക് നോട്ട്ബുക്കിന്റെ പുറകിൽ തന്നെ ചെയ്തോ? കുറേ ചെയ്യണോ? അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്നെങ്കിൽ എഴുതിക്കോ, എനിക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല. നോട്ടിൽ ചെയ്യുന്നെങ്കിൽ അത് ഭംഗിയായി ചെയ്യണേ. നോട്ടിലെ ചെയ്യുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ഹോംവർക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്തോ. പക്ഷെ അത് വൃത്തിയായി ചെയ്യണം. കാരണം നമ്മുടെ ഇൻസ്പെക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ നോട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട. അല്ലെങ്കിൽ ക്ലാസ് വർക്കിൽ ചെയ്താലും കുഴപ്പമില്ല. ക്ലാസ് വർക്കിൽ ചെയ്തോട്ടോ. ഹോംവർക്ക് ചെയ്യാനായിട്ട് ക്ലാസ് വർക്ക് വാങ്ങിക്കുക, അതിൽ ചെയ്തോ. മോളെ ആതിരെ പറഞ്ഞോ? അൺമ്യൂട്ട് ചെയ്ത് പറ. പുതിയതിലാണോ പഴയതിലാണോ ചെയ്യേണ്ടത്? എന്ത് ഹോംവർക്കാ? ഹോംവർക്ക് ചെയ്യാൻ നിങ്ങളുടെ പഴയ നോട്ട്ബുക്ക് എടുത്തോട്ടോ. എന്തിനാ വെറുതെ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പഴയ നോട്ട്ബുക്ക് വേസ്റ്റ് ആക്കേണ്ട, അതിൽ ചെയ്യാം. പക്ഷെ ചെയ്യുന്ന കാര്യം സൂക്ഷിച്ചു വെക്കണം, കളയരുത്. ചെയ്ത ഉടൻ തന്നെ നിങ്ങൾ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ? ഇനി നമുക്ക് വേറെ എന്തെങ്കിലും പിന്നെ അടുത്ത ഇതിൽ ചെയ്യുമ്പോ അത് പകർത്തിയിട്ട് തന്നെ നമ്മളുടെ പുതിയ നോട്ട്ബുക്കിൽ എഴുതണ്ടേ? ഇല്ല, ഹോംവർക്ക് നിങ്ങൾ പുതിയ നോട്ടിലേക്ക് എഴുതണമെന്നില്ല. തരുന്ന നോട്ട് മാത്രം നോട്ടിലേക്ക് എഴുതിയാൽ മതി. ഹോംവർക്ക് നിങ്ങൾ പഴയ നോട്ടിൽ തന്നെ ചെയ്തോ, കുഴപ്പമില്ല. വേസ്റ്റ് ആക്കണ്ട. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കാം. ഇഫ് യു ഹാവ് എനി ഡൗട്ട് അബൌട്ട് സോഷ്യൽ യു ക്യാൻ കോൾ മീ എനി ടൈം. ഇനി നിങ്ങൾ വിളിക്കുമ്പോൾ മിസ് ഫോൺ എടുത്തില്ല എങ്കിൽ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ? പറഞ്ഞോ. പക്ഷെ എത്ര കോള് ഇരിക്കേണ്ടത്? അന്നേരം കട്ടായി പോയായിരുന്നു എനിക്ക്. എങ്ങനെ? നാച്ചുറലും ഹ്യൂമൻ മെയ്ഡ് മാത്രം എഴുതിയാ പോരെ? ആ മതി. ഇനി നിങ്ങൾ അത് ഹ്യൂമണും കൂടെ എഴുതെങ്കിൽ അതും കുഴപ്പമില്ല. 3 കോളായി തിരിച്ചോ. നാച്ചുറല്, ഹ്യൂമൻ മെയ്ഡ്, ഹ്യൂമൺ 3ആയി തിരിച്ചിട്ട് അങ്ങനെ എഴുതെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് എഴുതിയാലും മതി. ഓക്കെ? പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഹ്യൂമൻ മെയ്ഡും ഹ്യൂമണും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്. മനുഷ്യൻ ഉണ്ടാക്കുന്നതാണ് ഹ്യൂമൻ മെയ്ഡ് എൻവയോൺമെന്റ്. ബട്ട് ഹ്യൂമൻ എന്ന് പറഞ്ഞാല് ഇൻഡിവിജ്വൽ ആവാം, ഫാമിലി ആവാം, കമ്മ്യൂണിറ്റി ആവാം, റിലീജിയൻ ആവാം. ഇതൊക്കെ ഹ്യൂമൻ എൻവയോൺമെന്റിൽ വരും. ഓക്കെ? ഡോണ്ട് ചേഞ്ച് ദാറ്റ് വൺ. ഓക്കെ? യെസ്. Time is going to over. So we have 3 minutes more. Any doubt anybody? Any doubt anybody? No. Okay. Okay. Bye bye. See you in the next class. Bye bye.